വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള 7 അവകാശവാദങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ യേശു ക്രിസ്തുവിന്റെ 7 അവകാശവാദങ്ങൾ ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച് ജീവിച്ചുള്ള ഒരു മതഗുരുക്കന്മാരും യാതൊരു തത്വശാസ്ത്രികളും ഒരിക്കലും അവകാശപ്പെട്ടില്ലാത്ത അവകാശവാദങ്ങളാണ്. ഈ അവകാശവാദങ്ങൾ വളരെ വ്യക്തമായി യോഹന്നാൻ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. യോഹന്നാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകം 20-ാം അധ്യായത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചിട്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരേണ്ടതിന്, യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, ഇതാണ് യോഹന്നാൻ തന്റെ സുവിശേഷവും ലേഖനങ്ങളും എഴുതിയതിന്റെ ആത്യന്തികമായ ഉദ്ദേശം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം അതിൽ കർത്താവായ യേശു തന്നെക്കുറിച്ച് പറയുന്ന 7 അവകാശവാദങ്ങൾ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ എടുത്ത് കാണിക്കുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി യേശു ക്രിസ്തു പറഞ്ഞു, 6-ാം അധ്യായത്തിന്റെ 35 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പം എന്ന് പറയുന്നത് സാധാരണ വിശപ്പ് അകറ്റാൻ വേണ്ടി, ശരീരത്തിന്റെ വിശപ്പ് അകറ്റാൻ വേണ്ടിയുള്ള ആഹാരമാണ്. ഇവിടെ യോഹന്നാൻ 6-ല് കർത്താവ് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവ് ആ കാര്യം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, ഞാനത്രേ അത് അവർക്ക് കൊടുത്തത്. മന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു സ്ഥായിയായ നിഴലാണ്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. മന്ന തിന്ന ആളുകൾ മരിച്ചുപോയി, അവർ പിന്നീടും മരിച്ചു, അവർ മരണത്താൽ ഈ ഭൂമി വിട്ട് മാറ്റപ്പെട്ടു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയാണ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആഹരിക്കുന്നവർ, അതായത് അവനിൽ വിശ്വസിക്കുന്നവർ, അവൻ മുഖാന്തരം ജീവിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്തു ജീവന്റെ അപ്പമാകുന്നു. ഇനി രണ്ടാമത് പറയുന്നത് അതിന്റെ 8-ാം അധ്യായത്തിന്റെ 12, 9, 5 യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തിന്റെ പ്രകാശമാണ് കർത്താവായ യേശു. മാനവ ചരിത്രത്തിന്റെ ആദ്യ യാമം മുതൽ മനുഷ്യൻ ഇരുട്ടിലാണ് ഇരിക്കുന്നത്, അന്ധതമസ്സിലാണ് ഇരിക്കുന്നത്. അവന് വെളിച്ചത്തിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഏതു മനുഷ്യന്റെയും ഹൃദയത്തിലുണ്ടായിരുന്നു. ഗ്രീക്ക് ചിന്തകന്മാരുടെ ഒക്കെ മനസ്സിൽ ആഴമായി പതിഞ്ഞിരുന്ന ഒരാശയമാണ് അന്ധതമസ്സിൽ ഇരിക്കുന്ന മനുഷ്യനെ സത്യ വെളിച്ചത്തിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത്. കർത്താവായ യേശു പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ബൈബിളിലെ ഏറ്റവും അതിപുരാതന ഗ്രന്ഥം എന്നറിയപ്പെടുന്ന യോബിന്റെ പുസ്തകത്തിൽ യോബ് ചോദിച്ചു, വെളിച്ചം അധിവസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി ഏത്? ഇത് BC 2000 അടുത്താണ് യോബ് ഈ ചോദ്യം ചോദിക്കുന്നത്. BC 1000 ആകുമ്പോൾ നാം ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. അപ്പോഴും വെളിച്ചത്തിനുള്ള ദാഹം മനുഷ്യരിൽ അനുഭവിക്കുന്നതായി നാം കാണുന്നു. BC 700 മുതൽ 740 മുതൽ 700 വരെ കാലഘട്ടം, ഏതാണ്ട് 40 പരം വർഷം ഇസ്രായേലിന്റെ രാജവീതിയിൽ നടന്ന് ദൈവത്തിന്റെ അരുളപ്പാടിലെ പ്രവചിച്ച പ്രവാചക വരേണ്യനായ യെശയ്യാ വിളിച്ചു പറഞ്ഞു, ഇതാ ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം ഉദിക്കും, ഇരുട്ടിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചം ഉദിക്കും. പ്രവാചകന്റെ വാക്കുകളാണ്. അത് കഴിഞ്ഞ് ഏതാണ്ട് BC 500 അടുത്ത കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് ഈ യവനായ ദാർശനികന്മാരിൽ ഏറ്റവും പ്രശസ്തനായിരുന്ന ഡയോജനീസ് ഗ്രീസിന്റെ ഏതൻസിന്റെ തെരുവിലൂടെ പട്ടാപ്പകൽ കത്തുന്ന ഒരു റാന്തൽ തലയിൽ വെച്ചുകൊണ്ട് വെളിച്ചം എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് ആ രാജവീതിയിൽ ഓടി നടന്നത്. അവരും വെളിച്ചത്തിന് വേണ്ടി ദാഹിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് മലാക്കി പ്രവാചകന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം, അതേമാണല്ലോ പഴയ മുതലേ ഏറ്റവും ഒടുവിലത്തെ പ്രവാചകൻ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു, തന്റെ പ്രത്യക്ഷയെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കും. ഒരു നീതി സൂര്യന്റെ ഉദയത്തിന്റെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മലാക്കി തന്റെ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു 300-350 വർഷക്കാലം
ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാർക്ക് പീരീഡ് എന്നറിയപ്പെടുന്നു. ആ ഡാർക്ക് പീരീഡിന്റെ അന്ത്യത്തിലാണ് BC 7 അത് BC 4 ഇടയിൽ കർത്താവായ യേശു ലോകത്തിന്റെ വെളിച്ചമായി ഭൂമിയിലേക്ക് ജാതരായത്. സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. കുറെ കഴിഞ്ഞപ്പോൾ മത്തായി സുവിശേഷം എഴുതി കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയും യോർദാൻ അക്കരെയുള്ള നാടും ഇങ്ങനെ ഇരുളിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ഇത് പറഞ്ഞു. തന്നെ അനുഗ്രഹിപ്പാൻ കരങ്ങളിൽ ഏന്തിയ ആ ശിശുവിനെ ശിമ്യോൻ എന്ന് പറയുന്ന ആ വയോധികനായിരിക്കുന്ന മനുഷ്യൻ കയ്യിലെടുത്ത് പറഞ്ഞു, ഇപ്പോൾ നാഥാ, നീ അടിയനെ സമാധാനത്തോട് വിട്ടയക്കുന്നു. ജാതികളുടെ വിളിച്ചു ഇസ്രായേലിന്റെ രക്ഷയുമായി നിന്റെ ജനത്തിനു വേണ്ടി നീ ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അത് കഴിഞ്ഞ് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്താണ് നമ്മൾ വായിക്കുന്നത്, കർത്താവ് ഗലീലയിലും യഹൂദിയയിലും കടന്നു വന്നിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, ഇതാ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടന്നാലും ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആയിത്തീരും. കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ അവകാശവാദമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ഇനി 3 അതിന്റെ 10-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വാക്യങ്ങൾ. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. വാതിൽ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ നിന്ന് പുറത്തുനിന്ന് അകത്തേക്ക് പ്രവേശിക്കാനും അകത്തുനിന്ന് പുറത്തേക്ക് പോകാനുമുള്ള കവാടമാണ്. ഒരു വീടിന്റെ അകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കാനുള്ള വാതായനമാണ് വാതിൽ എന്ന് പറയുന്നത്. ഇവിടെ കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. യോഹന്നാൻ 10:7 മുതൽ 9 വരെ. ഞാൻ ആടുകളുടെ വാതിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷയുടെ വാതിൽ കർത്താവായ യേശു ക്രിസ്തുവാണെന്നാണ്. താനല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല. കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക വാതിലിൽ രക്ഷയ്ക്കായി വരുന്നവരെ അവർ അകത്ത് കയറുകയും പുറത്തു വരികയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. സാക്ഷാൽ ആടുകളുടെ വാതിൽ, അതായത് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കുള്ള ഏക വാതിലാണ് കർത്താവായ യേശു. ഈ ഏക വാതിൽ വഴി അകത്ത് കടന്നാൽ രക്ഷ. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അടുത്തത് 4-ാമത്തെ വിഷയം. 4-ാമത് 10-ാം അധ്യായത്തിന്റെ 11 മുതൽ 16 വാക്യങ്ങൾ യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. ഒരു ഇടയന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. 23-ാം സെക്കൻഡ് വായിക്കുമ്പോൾ ഒരു നല്ല ഇടയൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ആടുകളെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു, അതിന്റെ പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതകളിൽ അവയെ നയിക്കുന്നു. ഇതെല്ലാം ഒരു ഇടയന്റെ ജോലിയാണ്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. ഇടയനെന്ത് ചെയ്യുന്നു? ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി ആടുകൾക്ക് വേണ്ടി ജീവനെ യാഗമായി സമർപ്പിച്ച ദിവ്യപുരുഷനാണ് നമ്മുടെ കർത്താവായ യേശു. അടുത്തത് 5-ാമത്തെ അവകാശവാദം. യോഹന്നാന്റെ സുവിശേഷം 11:25. ബെഥാനിയിലെ ലാസറിനെ മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കുന്നതിനോട് മുതൽ യേശു പറഞ്ഞാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മരിച്ചവരെ ഉയർക്കും എന്നുള്ളത് അതിപ്രാചീന കാലം മുതലേ മനുഷ്യരിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻസ് അത് വിശ്വസിച്ചുകൊണ്ടാണ് അവരുടെ രാജാക്കന്മാരെ ഫറോമാരെയൊക്കെ ഈ മമ്മികളിലാക്കി സൂക്ഷിച്ച് വലിയ ഈ പിരമിഡുകൾ അത് മമ്മിഫൈ ചെയ്തിട്ട് സൂക്ഷിച്ചു വന്നത്. ഒരു ദിവസം ഒരു നാളിൽ ഈ മനുഷ്യ ശരീരം മൃതന്മാർ ഉയർത്തു നിൽക്കും എന്നവർ വിശ്വസിച്ചിരുന്നു. ഒരുമാതിരിപ്പെട്ട പല റിലീജിയനിലും ഈ വിശ്വാസം ഉണ്ടായിരുന്നു. അതിപ്രാചീന മതം എന്നറിയപ്പെടുന്ന ഇസ്രായേലിയ മതത്തിൽ ഇസ്രായേലിയ വിശ്വാസികൾ അവരെല്ലാവരും സിദ്ധന്മാരുടെ പുനരുദ്ധാനവും ദുഷ്ടന്മാരുടെ പുനരുദ്ധാനവും സംഭവിക്കും എന്ന് വിശ്വസിച്ച ആളുകളാണ്. പുതിയ നിയമകാലഘട്ടത്തിലെ സഭാവിശ്വാസികൾ എല്ലാവരും അത് വിശ്വസിക്കുന്നു. ബൈബിൾ ഏറ്റവും സദൃഢമായി പഠിപ്പിക്കുന്ന ഒരു ഉപദേശസത്യമാണ് പുനരുദ്ധാനം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഇത് കർത്താവ് സ്ഥാപിക്കാൻ താൻ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും താൻ തന്നെ മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്ത് എഴുന്നേൽക്കുകയും ചെയ്തു. 6-ാമത് യോഹന്നാന്റെ സുവിശേഷം 14:6 യേശു പറയുന്ന 6-ാമത്തെ അവകാശവാദം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ലോകത്തിലെ ഒരു മതഗുരുക്കന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ബുദ്ധമതത്തിന്റെ സ്ഥാപകനായ ശ്രീബുദ്ധനോ പിന്നെ ജൈനമതത്തിന്റെ സ്ഥാപകനായ ജൈനനോ മതത്തിന്റെ സ്ഥാപകനായ കൺഫ്യൂഷ്യസോ ഇവരൊക്കെ തങ്ങളുടെ തത്വചിന്തകൾ കൊണ്ട് ലോകത്തിൽ ധാരാളം
ആശയങ്ങളെ ആവിഷ്കരിച്ചു. എന്നാൽ അവരാരും ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ജീവനാണ് എന്ന് അവകാശപ്പെട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യമെന്നാൽ എന്ത് എന്ന് പീലാത്തോസ് തന്റെ പ്രിറ്റോരത്തിന് മുമ്പാകെ നിൽക്കുന്ന കൃഷ്ണനോട് ചോദിച്ചപ്പോൾ സത്യത്തിന്റെ സാക്ഷ്യം പറയേണ്ടതിന് ഞാൻ വന്നിരിക്കുന്നു എന്ന് യേശു സ്ഥാപിച്ചു. ഞാൻ വഴിയ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പിതാവിന്റെ സന്നിലേക്കുള്ള വഴിയാണ് കർത്താവായ യേശു. അതായത് ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല എന്ന് യേശു ക്രിസ്തു സ്ഥാപിച്ചു പറഞ്ഞു. അവൻ വഴിയാണ്, അവൻ മാത്രമാണ് സത്യം. ക്രിസ്തു ഒരു സത്യമല്ല, ക്രിസ്തു ഏക സത്യമാണ്. പിന്നെ ക്രിസ്തു ജീവനാണ്, അതായത് നിത്യ ജീവനാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇനി ഏഴാമതായി കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 15:1-6 വരെ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. അതാ മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ ആണ് ഫലം കായ്ക്കുന്നത്. കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ചേർന്നാണ് നിൽക്കുന്നത്. മുന്തിരി വള്ളിയിൽ നിന്നാണ് കൊമ്പുകൾ ജീവരസം അബ്സോർബ് ചെയ്യുന്നത്. ഈ കൊമ്പുകളിൽ വസിച്ചാണ് മുന്തിരിവള്ളി ഫലസമൃദ്ധമായി തീരുന്നത്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് സാക്ഷാൽ ജീവൻ തരുന്ന, ജീവന്റെ പ്രസരിപ്പ് അനുവദിക്കുന്ന, നമ്മിൽ നല്ല ഫലങ്ങളെ ഉളവാക്കുവാൻ നമ്മെ സഹായിക്കുന്ന, കർത്താവിന് വേണ്ടി എല്ലായ്പ്പോഴും അനുഗ്രഹമായി തഴച്ചു നിൽക്കുവാൻ നമ്മെ പ്രബുദ്ധരാക്കുന്ന വ്യക്തിയാണ് കർത്താവായ യേശു. കർത്താവായ യേശുവിന്റെ 7 അവകാശവാദങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞാണ് ചുരുക്കമായി നമ്മൾ ചിന്തിച്ചത്. അതായത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ പോലെ ലോകത്തിൽ അവകാശവാദങ്ങൾ അവകാശപ്പെട്ട ഒരു വിശ്വഗുരുവും ഇന്നുവരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല. അവനത്ര ശ്രേഷ്ഠനായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനക്കാരൻ തന്റെ അനുവാചകരെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇവനെത്ര മഹാൻ എന്ന് നോക്കുവിൻ. നമ്മുടെ വിശ്വാസ നായകനും പൂർത്തിവരുന്നതുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശുവിനെ ജീവന്റെ അപ്പമായി, വഴിയും സത്യവും ജീവനുമായി, പുനരുത്ഥാനമായി, സാക്ഷാൽ മുന്തിരിവള്ളിയായി, ആടുകളുടെ ഇടയനായി, പിന്നെ രക്ഷയുടെ വാതിലായി നിങ്ങൾ ഇന്നുവരെയും കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് ദൈവ മകൻ അല്ലെങ്കിൽ മകൾ ആയിത്തരിക. വിശ്വാസത്താൽ അവനെ ഹൃദയസ്ഥമാക്കുക. ദൈവമായ കർത്താവ് ഏവരെയും അതിനായി സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.